ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഓക്കെ, ഇതാണ് കേട്ടോ ഗോകുലിൻ്റെ വീട്. ഞാനിപ്പോൾ ഗോകുലിൻ്റെ വീട്ടിലാണുള്ളത്. ബാക്കി ഞാൻ വഴിയെ പറയാം. ഓക്കെ, ഗോകുൽ കാർ സ്റ്റാർട്ടാക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കാറിൽ കയറി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളൊരു സ്റ്റേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരു ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഒരു ദിവസം മാറി കിടക്കാൻ നല്ലതല്ലേ. അപ്പോൾ ദൂരോട്ടൊന്നും അല്ല കേട്ടോ, നമ്മുടെ അടുത്ത് തന്നെയാണ്, കോവളത്ത് തന്നെയാണ്. അപ്പോൾ കോവളത്ത് നമ്മൾ ഒരു റിസോർട്ട്, എവിടെ ഏതാണ്, നീലകണ്ഠ ബീച്ച് റിസോർട്ട്, അവിടെ ഞങ്ങളൊരു റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1 ഡേ സ്റ്റേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം വർക്കലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മറ്റന്നാൾ വേറൊരു ട്രിപ്പല്ല, വേറെ സ്ഥലം വരെ പോകണം. അപ്പോൾ ദൂരോട്ടൊന്നും പോയിട്ട് വരാനുള്ളൊരു ടൈമില്ല. അപ്പോൾ ഒന്ന് മൈൻഡ് ഫുള്ളായിട്ടൊന്ന് റിഫ്രഷ് ആവുകയും വേണം, ദൂരോട്ട് പോകാനും വയ്യാന്ന് നോക്കിയപ്പോഴത്തേക്ക് അടുത്ത് തന്നെ എടുക്കാൻ വിചാരിച്ചു. ബീച്ച് സൈഡാണ് നോക്കിയത്. അപ്പോൾ വർക്കലയാണ് നമ്മൾ ആക്ച്വലി ആദ്യം നോക്കിയത്. അപ്പോൾ പോയിട്ട് ഇത്രയും ദൂരം കാറിലിരിക്കാനൊന്ന് 1.5 hour ഉണ്ടല്ലേ. അപ്പോൾ അതെനിക്ക് വയ്യ. സോ എന്തായാലും അടുത്ത് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അടുത്ത് തന്നെ പോകാൻ വിചാരിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. 2 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അതാണ്. നമ്മുടെ കോവളം ഡേ എന്ന് പറയാൻ പറ്റില്ലല്ലേ, കോവളം നൈറ്റ് എന്ന് പറയാല്ലേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഇപ്പോൾ എനിക്ക് ഒരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ബാലരാമപുരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി സാധനങ്ങൾ മേടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കോവളം പോകും. ഓക്കെ, ഇതേ നമ്മുടെ ജിമ്മെത്തി. ഇന്ന് ഞങ്ങൾ ജിമ്മ് കട്ട് ചെയ്താണ് പോകുന്നത്. നിങ്ങളുടെ ജിമ്മ് കാണിച്ചത് ഗൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ ജിമ്മ്, ആര്യൻസ് ഫിറ്റ്നസ് ക്ലബ്. ഇന്നപ്പോൾ ഞങ്ങൾ ജിമ്മിന് പോയിട്ടില്ല. ഞങ്ങൾക്ക് ആക്ച്വലി 4 to 5 ജിം ടൈം. അപ്പോൾ നമുക്കിന്നിപ്പോൾ 2 മണിക്ക് തന്നെ അവിടെ എത്തണം. ഇന്നിപ്പോൾ ഞാനും ഗോകുലും അല്ലാണ്ട് വർക്കൗട്ട് ചെയ്യും അല്ലേ എന്നൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. സ്വന്തമായിട്ട് ഇന്ന് വർക്കൗട്ട് ചെയ്യാമെന്നൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ആയിട്ട് ഭയങ്കര ലാഗ് വരുന്നുണ്ട് അല്ലേ വീഡിയോസൊക്കെ ഇടാനായിട്ട്. എനിക്കറിയാം, എനിക്ക് ആഗ്രഹമുണ്ട് ഇടണം എന്നുള്ളത്. പക്ഷേ എനിക്ക് കുറച്ച് ദിവസം എനിക്കൊരു ഒട്ടും മൂഡില്ലായിരുന്നു. കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്യണതും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒട്ടും മൂടുണ്ടായിരുന്നില്ല വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും കട്ട് അത് എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം തന്നെ ഞാൻ സോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാനുള്ളൊരു മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും പഴയ പോലെ തന്നെ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഗായ്സ്. ഒരുപാട് പേര് പറയുന്നുണ്ട് വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പഴയ പോലെ തന്നെ ഇടണം. ഓക്കെ, അപ്പം നമ്മളിത് ഷോപ്പ് എത്താറായി. നമ്മളപ്പോൾ അവിടെ പോയി സാധനം മേടിച്ചിട്ട് നമുക്ക് നേരെ കോളത്ത് പോയി. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. ബൈ അല്ല, കം ഗൈസ്, നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. വെൽക്കം ടു കോവളം ഇന്റർനാഷണൽ ബീച്ച്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ്. നല്ല വെയിലുണ്ട് ഇപ്പോൾ. ഇവിടെ പാരാസെയിലിംഗ്, സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ടല്ലേ. സ്ക്യൂബ ഡൈവിംഗ്, എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ട്. ഇപ്പം നല്ല വെയിലുണ്ട്. ഈ സമയത്തൊന്നും ബീച്ചിലോട്ടൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല, നല്ല വെയിലുണ്ട്. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും പാർക്കിംഗ് ഒന്നുമില്ല. ബീച്ചിൻ്റെ അടുത്തോട്ടല്ലേ. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കണം കേട്ടോ. നമ്മുടെ സ്റ്റേ സീ ഫുഡ് ഫെസ്റ്റിവൽ. ദിസ് ഈസ് അവർ ഇവിടാണ് നമ്മുടെ സ്റ്റേക്കേഷൻ.
വാഷ്. നമ്മളിതേ റൂമിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ റൂമൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ അതെ നമ്മുടെ റൂം. നല്ല റൂമാണ് കേട്ടോ. ഒരു 2 ചെയർ ഉണ്ട് കേട്ടോ. ഒരു ടേബിള്, 2 ചെയർ ഉണ്ട് എക്സ്ട്രാ. ദെൻ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളുണ്ട്. പിന്നെ ഒരു വലിയ മിറർ ഉണ്ട്. മാർക്കേ, ഓ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇങ്ങ് വന്നേ ഗോകുൽ. അതെ, ഒരു അടിപൊളി മിറർ ഉണ്ട്. ദെൻ നിൽക്ക്, ഒരു കബോർഡ് ഉണ്ട്. നല്ല വലിയൊരു കബോർഡാണ്. ഓക്കെ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, യെസ്, വാഷ്റൂം. നമുക്ക് വാഷ്റൂം കാണാം. വാഷ്റൂമിൻ്റെ നമുക്ക് ബാത്ത് ടബ് ഉണ്ട്. ഒരു ബാത്ത് ടബ് ഉണ്ട്. ദെൻ ഒരു അടിപൊളി മിററും സ്റ്റാൻഡും ഒക്കെ ആയിട്ട് പിന്നെ സെറ്റുണ്ട്. ബാത്ത് ജെല്ലും സംഭവങ്ങളുടെയൊക്കെ സെറ്റുണ്ട്. അപ്പോൾ അതെ, നല്ല അടിപൊളി റൂമാണ്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന സാധനമാണ്. ഗോകുല ഒന്ന് മാറ്റി കാണിച്ചേ. ഇതായിരുന്നു എൻ്റെ ആവശ്യം. എനിക്ക് റൂമിൽ കിടന്നുകൊണ്ട് കടൽ കാണണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇതേ കണ്ടില്ലേ, വാവ്, സൂപ്പർ. ഇതാണ് നമ്മുടെ പൂള്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നീലകണ്ഠ ബീച്ച് റിസോർട്ടാണ് കേട്ടോ. ഇവിടെ പൂള് 7 to 7 ആണ്. രാവിലെ 7 to വൈകിട്ട് 7 വരെയാണ് പൂള് വരുന്നത്. ഇവിടെ ഒരുപാട് റൂം കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പനോരമിക് സ്യൂട്ടാണ്. ഇവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട്. ദെൻ ഇവിടെ ഒരു ടേബിളും ചെയറൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പനോരമിക് സ്യൂട്ടാണ് എടുത്തേക്കുന്നത്. ഇതിന് 7500 ആണ് നമുക്ക് പെർ നൈറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ആംബിയൻസും നല്ല അടിപൊളി റൂം. സത്യമാണ്, നമ്മൾ എവിടെന്നെങ്കിലും മാറി, നമ്മുടെ വീടൊക്കെ മാറി 1-2 ദിവസം നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സുഖമായിരിക്കും. ഇതെന്തോ എന്തോ ഒരു സ്പെഷ്യൽ ഫീലായിരിക്കും, ഒരു പുതുമ. യെസ്. എൻ്റെ ബാത്റൂം ഒന്ന് സെറ്റ് ചെയ്തു. എനിക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് കുറച്ച് ആംബിയൻസ് ആയിട്ടൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ ഫേസ് മീൻസ് എൻ്റെ സ്കിൻ കെയറിൻ്റെയും ഒക്കെ സാധനങ്ങളാണ്, ഷവർ ജെല്ലും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വരുന്നവർക്ക് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ മേടിച്ചു. ദെൻ ക്യാൻഡിൽസൊക്കെ ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ നല്ല ആംബിയൻസ് ആയിട്ട് ബാത്റൂമൊക്കെ നല്ല നമുക്കിഷ്ടമുള്ളൊരു പാട്ടൊക്കെ വെച്ച് നമുക്കിഷ്ടമുള്ള സ്മെല്ലൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ടൈം എടുത്തൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് കാണുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഇതൊക്കെ ഞാൻ എവിടെ പോയാലും കൊണ്ടുവന്ന സാധനങ്ങളാണ് സ്റ്റേക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനൊരു സംഭവം കണ്ടു. സോ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങ് സെറ്റ് ചെയ്തു. യാ ഓക്കെ ഗൈസ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു ബോഡി സ്പായുടെയൊക്കെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയൊരു ബോഡി സ്പാ ചെയ്തിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. ഇനി നമ്മൾ ജ്യൂസും ഫിഷ് ഫിംഗറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസും ഫിഷ് ഫിംഗറും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിക്കാൻ പോവാണ്. ഇതേ കണ്ടോ, ഗോകുല് സോളോ വൈബോ ഗോകുലെ. യെസ്, നമ്മൾ ഫിഷ് ഫിംഗറും ജ്യൂസുമാണ് പറഞ്ഞത്. ടേസ്റ്റ് ചെയ്യാല്ലേ? നമ്മൾ ലീലയിൽ ഫിഷ് ഫിംഗേഴ്സ് വെച്ചില്ലേ,
സംഭവം ഇങ്ങനൊരു ബാൽക്കണിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രൈവറ്റായിട്ടിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ സ്ട്രൈറ്റ് ഇങ്ങനെ കടലൊക്കെ കണ്ടിരുന്ന് നമുക്കിങ്ങനെ ഫുഡൊക്കെ കഴിക്കാം. പിന്നെ നൈറ്റ് അവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ കടലിൻ്റെ അടുത്തോട്ടിരുന്ന് കഴിക്കാം. ഗായ്സ്, ഞാൻ ഡ്രസ്സ് മാറ്റി ഫാഷൻ പരേഡ് കളിക്കുന്നതല്ല. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് ബീച്ചിലോട്ട് പോകാനാണ് ഫ്രഷ് ആയിട്ട്. അപ്പോൾ ഗൂഗിൾ പറഞ്ഞു 7 മണി വരെ പൂളുള്ളൂ, അപ്പം നമുക്ക് പൂളിലിറങ്ങാം, അതിനുശേഷം ബീച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ബീച്ചിലിറങ്ങിയാലും ഒരുപാട് ഇറങ്ങി കളിക്കത്തില്ല, എനിക്ക് പേടിയാണ്. എനിക്കിങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ സൈഡിലോട്ടൊക്കെ നിന്ന്, അതായത് ഒരുപാട് ഉള്ളിലോട്ടൊന്നും ഇറങ്ങത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ പൂളിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ബീച്ചിൽ പോവാം. പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു, കാരണം ഞാൻ എൻ്റെ ബോഡി സ്പാ കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിച്ചായിരുന്നു. അപ്പോൾ ഇനി തല നനയ്ക്കണ്ടെന്നാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ തല നനയ്ക്കണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഗോകുലെ, നീ എന്നെ പിടിച്ച് മുക്കരുത്, എനിക്ക് ഇവനെ മാത്രമേ പേടിയുള്ളൂ. ഇത് കിടക്കുന്നുണ്ടോ? ഇതെന്തോന്നത്, മത്സ്യകന്യകനോ? ഇതെന്തോന്ന് കിടപ്പത്? ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ പൂളിൽ കളിക്കാൻ പോവുകയാണ്, പൂളിൽ കുളിക്കാൻ പോവുകയാണ്. സ്വിമ്മിംഗ് പൂൾ. അറിയില്ല. ഞാൻ സ്വിമ്മിങ് ചെയ്യാം. നീന്താൻ അറിയാത്തവർ ഇങ്ങനെ ചെയ്യണം. ഞാനങ്ങനെ കരയട്ടാ. നമ്മുടെ റൂംസ് കാണിച്ചെടുത്ത നമ്മുടെ റൂം. എനിക്ക് സ്വിമ്മിങ് പഠിക്കണം ഗോകുൽ, എനിക്ക് സ്വിമ്മിങ് പഠിക്കണം ഗോകുൽ. നൈറ്റ് ആയപ്പോഴത്തേക്കും ഫുൾ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ നല്ല വൈബായിട്ടോ. അതായത് നമ്മൾ ഡേ ടൈം കാണുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല വൈബായി നൈറ്റ് ആയപ്പോഴത്തേക്കും. അപ്പം നമ്മൾ പൂളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ അടുത്ത റൂമിൽ പോയി ഇനി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വരാമെന്ന് വിചാരിച്ചു ഗായ്സ്. അപ്പോൾ ഇങ്ങനെ മുകളിലാണ് കേട്ടോ സ്വിമ്മിങ് പൂള്. അപ്പോൾ ഇവിടെ ബാത്ത് ടബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്താ ഇവിടെ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചിട്ട് ബാത്ത് ടബിൽ വെള്ളം നിറയ്ക്കുകയാണ്. കുറേ നേരം ഒന്ന് ബാത്ത് ടബിൽ കിടക്കാമെന്ന് വിചാരിച്ചിട്ട്. ഞാനിന്ന് എത്ര പ്രാവശ്യം കുളിച്ചു എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. അയ്യോ, ഞാൻ ഒരു മസാജ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ, അത് ഞാൻ പറയാൻ പറ്റുമോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ബോഡി സ്പാ ചെയ്യണത്. ഭയങ്കര റിലാക്സ് ആയിരുന്നു, നല്ലതായിട്ട് റിലാക്സ് ചെയ്തു. ആ ഓയിലിനൊക്കെ നല്ലൊരു സ്മെല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നവരൊക്കെ കുളിച്ചപ്പോഴത്തേക്കും നല്ലൊരു മീൻസ് ഒരു ഭയങ്കര ഒരു പ്ലസൻറ്റ് മൂഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഒരിക്കൽ കുളിച്ചു. ദെൻ ഈ പൂളിൽ പോയപ്പോഴത്തേക്ക് വീണ്ടും തല നനഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കയറി വന്നിട്ട് പൂളിൽ നിന്ന് വന്നിട്ട് വീണ്ടും കുളിച്ചു. ഞാൻ ഇന്ന് 3ാമത്തെ പ്രാവശ്യമാണ് കുളിക്കുന്നത്.
ഗോകുലിന് പിന്നെ അത്യാവശ്യമായിട്ട് കുറച്ച് വർക്ക് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ അവനിരുന്ന് അവൻ്റെ വർക്ക് ചെയ്യുവാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ വിശന്ന് കുടൽ കരിഞ്ഞ് അവനെയും കാത്തിരിക്കുകയാണ് ഗായ്സ്. ഇനി അവൻ്റെ വർക്ക് കഴിഞ്ഞിട്ടേ അവൻ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കാത്തിരുന്ന് അവസാനം ഞങ്ങളൊരു 8:30 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഞങ്ങൾ എന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഫിഷൊക്കെ താഴെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഗ്രില്ലിനൊക്കെ ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ഫിഷൊക്കെ നോക്കി. ആവോലി, ചെമ്പല്ലി, പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു, ക്രാബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതിൽ നിന്നൊരു ചെമ്പല്ലി ഗ്രില്ലിന് കൊടുത്തു. പിന്നെ ജംബോ പ്രോൺസ് ഉണ്ടായിരുന്നു കേട്ടോ, വലിയ പ്രോൺസ്. അങ്ങനെ പ്രോൺസും ബട്ടർ ഗാർലിക് ഗ്രില്ല് ചെയ്യാനായിട്ട് പ്രോൺസും എടുത്തു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പ് 1/2 ആട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് എനിക്കെന്തോ ഒരു ബട്ടറിൻ്റെ പോലത്തെ എന്തോ ഒരു ടേസ്റ്റ് തോന്നി കുടിച്ചപ്പോഴത്തേക്ക്. പിന്നെ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചെമ്പല്ലി ഗ്രില്ല് വന്നു. കണ്ടു, എനിക്ക് ആ പ്രസൻറ്റേഷൻ തന്നെ ഇഷ്ടമായി. ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ച് സാലഡൊക്കെ വെച്ച്. ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഈ ഗ്രില്ലിൻ്റെ കൂടെയൊക്കെ തരുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. നമ്മളങ്ങനെ സാധാരണ ഗ്രില്ലൊക്കെ ഈ സാലഡ് കിട്ടും, പക്ഷേ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഞാൻ ഇതുപോലെ പ്ലേറ്റിൽ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത് നമ്മുടെ പ്രോൺസ് ബട്ടർ ഗാർലിക് ആണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചെമ്പല്ലി ഗ്രില്ലൊക്കെ മീൻസ് നമ്മൾ പൊതുവേ കഴിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. അപ്പോൾ ബട്ടർ ഗാർലിക് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോൺസ് ബട്ടർ ഗാർലിക് നമ്മളിതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതെൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു കേട്ടോ. എങ്കിലും ഗ്രില്ലൊക്കെ ആണെന്നുണ്ടെങ്കിലും പലയിടത്തും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഇത് 3 കൊടുത്ത് മേടിച്ചിട്ട് ഇനി കൊള്ളായിരിക്കുമോ എന്നുള്ളത്. പക്ഷേ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡിലും നമ്മൾ ഓക്കെയാണ് ഗൈസ്. സ്റ്റേയിൽ നമ്മൾ ഡബിൾ ഓക്കെയാണ്, ഫുഡിൽ നമ്മൾ ട്രിപ്പിൾ ഓക്കെയാണ്. എസ്പെഷ്യലി ഈ സാധനം ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല കേട്ടോ. ചെറിയൊരു പുളി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബട്ടറിൻ്റെയും ക്രീം, ഗാർലിക്, എന്തൊക്കെയോ ഒരു ടേസ്റ്റ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാനൊരു 2 കഴിച്ചു, 2 പ്രോൺസ് കഴിച്ചു. ഗോകുലിന് ഇതിനേക്കാളും കൂടുതൽ ചെമ്പല്ലിയാണ് ഇഷ്ടമായത്. അപ്പോൾ ഗോകുൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ചെമ്പല്ലി ഗ്രില്ലിലാണ്. ഞാനിത് 2 പ്രാവശ്യം കഴിച്ചു. പക്ഷേ മൂന്നാമത്തത് എടുത്തപ്പോഴത്തേക്കും എനിക്കൊരു മടുപ്പ് തോന്നി. അതായത് ബട്ടറും ഇതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു മടുപ്പ് തോന്നി. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. നൈറ്റ് കൊള്ളാട്ടോ, ബീച്ച്, ആളൊഴിഞ്ഞ ബീച്ച്. നമ്മൾ ഉച്ചയ്ക്കും ഉച്ചയ്ക്കല്ല വൈകുന്നേരമൊക്കെ വരുന്നതിനേക്കാളുമേ രാത്രി കൊള്ളാം അല്ലേ? നല്ല തണുത്ത കാറ്റുണ്ട്, പിന്നെ വെയിലൊന്നുമില്ല, കാണാൻ നല്ല വൈബുണ്ട്. അതാണ് നമ്മുടെ റിസോർട്ട്. ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് ബീച്ച് പോലെ തന്നെയാണ്. അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല തിരയാണ് കേട്ടോ. അതായത് അങ്ങനെ ഡേഞ്ചർ അല്ലാത്ത നല്ല കുഞ്ഞു 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 തിരകളാണ് വരുന്നത്. ഒരു മദാം അവിടെ അലോൺ വൈബടിച്ച് നിൽക്കുന്നുണ്ടോ ഇവിടെ കുറേ നേരമായി. നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര പീസ്ഫുൾ, എന്താ പറയുക, നല്ലൊരു അടിപൊളി ഒരു വൈബ്. കോവളാണെന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മീൻസ് നമ്മൾ എപ്പോഴും കോവളത്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെയാ, നമ്മൾ വൈകുന്നേരം വരും, എല്ലാവരുമായിട്ടൊന്ന് എൻജോയ് ചെയ്യും, പോവും, അങ്ങനെയാണ് എപ്പോഴും. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേക്കായിട്ടൊക്കെ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും കോവളം ചൂസ് ചെയ്തത് നന്നായി. ബിക്കോസ് വർക്കലയാണെങ്കിൽ ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്യണം. അതിനേക്കാളും ഇതാകുമ്പോൾ അടുത്തുമാണ്, എന്നാൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റൂമും ബാത്റൂമാണെങ്കിലും റൂമാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നൈറ്റ് ഇറങ്ങിയത് കൊണ്ട് തിരക്കൊന്നുമില്ല, അത്യാവശ്യം കടലിലൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും.
ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഗായ്സ്. ഞങ്ങളുടെ റിസോർട്ട്. നമ്മളങ്ങനെ കുറേ നേരം ബീച്ച് സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ നടന്നിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഷോപ്സൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ കുറേ നേരം അങ്ങനെയൊക്കെ നടന്നിട്ട് പിന്നെ നമ്മൾ റൂമിൽ വന്നു. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും പണിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ റൂമിലെത്തി ഗായ്സ്. അപ്പോൾ എനിക്കിനി എൻ്റെ ഫേസിലൊന്നും ഒന്നുമില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യണം, പിന്നെ മോയ്സ്ചറൈസറൊക്കെ ഇടണം. ഇനി കിടക്കാനല്ല, എനിക്ക് കുറച്ച് വർക്കുണ്ട്, കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിടക്കണം. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തതിൽ. നല്ല റൂമും കാര്യങ്ങളും, നല്ല വ്യൂ ഉള്ളൊരു റൂം, ദെൻ നല്ല ഫുഡായിരുന്നു. പിന്നെന്താ, പുറത്ത് ഒരു പ്രൈവറ്റ് ബീച്ചെന്നും പറയാം, അത്രയ്ക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല സ്റ്റേ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ രാവിലെ 11 മണിക്കാണ് ഇനി ചെക്ക് ഔട്ട്. നല്ലൊരു ഡേ ആയിരുന്നു, വെൽ സ്പെൻഡ് ഡേ അല്ലേ ഗൂഗിൾ? യെസ്, ഗൂഗിളിങ് വന്നേ. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗൂഗിളിനും കുറച്ച് വർക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ നാളെ രാവിലത്തെ വ്യൂ കാണാം നമുക്കിനി. ഓക്കെ, ഗുഡ് നൈറ്റ്. മോർണിംഗ് ഗായ്സ്. നമ്മൾ എഴുന്നേറ്റു, ഫ്രഷായി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഞാൻ എൻ്റെ പെട്ടിയൊക്കെ അത് തിരിച്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോവാമോ? ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. ബൊഫെ ആയിരുന്നു, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ പൂരി, സോസേജ്, പിന്നെ കുറച്ച് സോർട്ടഡ് വെജിറ്റബിൾസ്, എഗ്ഗ്, സാലഡ്, ബ്രെഡ് റോസ്റ്റ് സംഭവങ്ങളൊക്കെയാണ് എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ആ ഒരു സീ വ്യൂ കണ്ടിരുന്നിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേക ഒരു വൈബായിരുന്നു. പിന്നെ ഫ്രഷ് ജ്യൂസും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, കട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വ്യൂ കണ്ടുകൊണ്ടിരുന്ന എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റേ ഒക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക. ഇത്ര ജാട വേണോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.